ഇന്ന് ഞാൻ നിങ്ങളെ ജർമ്മനിയിലെ മറ്റൊരു കാര്യം കാണിച്ചു തരാം. എന്താണെന്നല്ലേ? വാ നമുക്ക് നോക്കാവേ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെയല്ലേ ഇരിക്കുന്നത്? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ ഇന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നതാണ് ഈ ദൂരത്ത് നിന്ന് കാണുന്ന ആ കൊച്ചുപെട്ടി. ആ കൊച്ചുപെട്ടി എന്താണെന്ന് മനസ്സിലായോ? അതാണ് ബ്യൂഹർ ബോക്സ്, പുസ്തകപ്പെട്ടി. അതെ, അതൊരു കൊച്ചു പുസ്തകപ്പെട്ടിയാണ്. അപ്പം അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത് തന്നെ വായനാശീലം വളർത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പം ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം ഒരുപാട് പേര് പുസ്തകങ്ങളൊക്കെ വായിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. നല്ല ശീലങ്ങളുള്ള കുറേ നല്ല പേരുണ്ട്. നമ്മളെപ്പോലെയുള്ളവരല്ല, മീൻസ് എന്നെപ്പോലെയുള്ളവരല്ല കേട്ടോ. എനിക്ക് അങ്ങനെയുള്ള നല്ല ശീലങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ പുസ്തകങ്ങളൊക്കെ വാങ്ങി വായിക്കുന്നവരൊക്കെ, അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കതുകൊണ്ട് യൂസ് ഇല്ല എന്നുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അത് നമ്മൾ കൊണ്ട് കളയുന്നതിന് പകരം ഇതുപോലെയുള്ള ഷെൽഫിൽ അവർ കൊണ്ടുവന്ന് വയ്ക്കും. എന്നിട്ട് അവർക്ക് വായിക്കാൻ വീണ്ടും ആവശ്യമുള്ള പുസ്തകം അവരിവിടുന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പം അതാണ് ഈ പുസ്തകപ്പെട്ടി. അപ്പോൾ അങ്ങനെ ഒത്തിരി പേര് ഇവിടെ കൊണ്ടുവന്ന് പുസ്തകങ്ങൾ വയ്ക്കുന്നതും എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളും 1-2 പ്രാവശ്യമൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ദൈവം സഹായിച്ച് ഇന്നേ വരെ അത് വായിച്ചിട്ടില്ല. എൻ്റെ കെട്ടിയനും എടുത്തുകൊണ്ട് പോന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങളത് തിരിച്ച് റീപ്ലേസ് ചെയ്ത് വായിച്ചിട്ടില്ലെങ്കിലും. അങ്ങനെ അപ്പം ഇതാണ് ആ ബ്യൂഹർ ബോക്സ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇത് നല്ലൊരു ഉദ്ദേശത്തോടെ ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണല്ലേ. എനിക്ക് തോന്നുന്നത് ഇവിടെ അത് നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് എല്ലാവരും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതും. ഒത്തിരി പേര് വെക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് പൈസ കൊടുത്ത് എന്തിനാ വാങ്ങിച്ച് വായിക്കണം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ കൂടെയാണിത്, അല്ലേ? അപ്പോൾ ഓക്കെ, ബൈ.